Powerful people make places powerful. ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ എങ്ങനെയായിരിക്കണം? അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഉദാഹരണമാണ് പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ ഒരുക്കിയ KGF ചാപ്റ്റർ 2. ഇന്ത്യൻ സിനിമാ പ്രേമികൾ അത്രമേൽ ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന റോക്കിംഗ് സ്റ്റാർ യാഷിന്റെ KGF ചാപ്റ്റർ 2 തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. 3 വർഷത്തിലേറെയായി പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രം തിയേറ്ററുകളിൽ ആവേശ തിരമാലകളാണ് ഉയർത്തിയിരിക്കുന്നത്. പുലർച്ചെ തുടങ്ങിയ ആദ്യ ഷോകൾ കഴിഞ്ഞ് തിയേറ്ററിന് വെളിയിലേക്കെത്തിയ ഓരോ പ്രേക്ഷകന്റെയും മുഖം KGF ചാപ്റ്റർ 2വിന്റെ അഭിപ്രായം വിളിച്ചോതുന്നതായിരുന്നു. KGF ചാപ്റ്റർ 1 ഒരു തൃശൂർ പൂരമായിരുന്നുവെങ്കിൽ ചാപ്റ്റർ 2 എന്നത് നെന്മാറ വെടിക്കെട്ടാണ്. ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ചത് മുതൽ എൻഡ് ക്രെഡിറ്റ് വരെ കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകന്റെയും രോമം വരെ എഴുന്നേറ്റ് നിൽക്കുന്ന അത്ര രോമാഞ്ചിഫിക്കേഷൻ നൽകുന്ന ഒരു മെഗാ മാസ് മൂവി. ഒരുപക്ഷെ ചിത്രം കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് KGF ചാപ്റ്റർ 2 എന്ന ചിത്രത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു മാസ് സിനിമ ഉണ്ടാക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും. ആദ്യം തന്നെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന മലയാളത്തിന്റെ യൂത്ത് ഐക്കൺ, ബുദ്ധിമാനായ സൂപ്പർ സ്റ്റാറിന് നന്ദി. KGF ചാപ്റ്റർ 2 പോലൊരു ചിത്രം ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ മലയാളം ഡബ്ബിങ്ങിൽ മലയാളികൾക്ക് സമ്മാനിച്ചതിന് ഒന്നല്ല ഒരു 3 തവണയെങ്കിലും ചിത്രം കാണുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഓരോ പ്രേക്ഷകനും തിയേറ്റർ വിട്ടുപോയത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും KGFും റോക്കി ഭായിയും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകില്ല. KGFിലെ ആവേശത്തിന്റെ ഒലികൾ ചെവിയിൽ നിന്നും വിട്ടുപോകില്ല. അതാണ് പ്രശാന്ത് നീൽ എന്ന സംവിധായകന്റെ KGF ചാപ്റ്റർ 2 എന്ന മെഗാ മാസ് മാജിക്. ഗരുഡയെ കൊന്ന് നറാച്ചിയുടെ നായകനായി റോക്കി ഭായ് സ്വയം ചക്രവർത്തിയായെങ്കിലും റോക്കിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച ഗുരുപാണ്ഡിനോ രാജേന്ദ്ര ദേശായിക്കോ ആൻഡ്രൂസിനോ കമലിനോ ഒന്നും റോക്കിയെ തങ്ങളുടെ ബോസായി കാണാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഗരുഡയ്ക്ക് ശേഷം ആ കസേരയിൽ ഇരിക്കുമെന്ന് ഉറപ്പിച്ച വിരാടിനെ വധിച്ചുകൊണ്ട് റോക്കി തനിക്ക് ചുറ്റുമുള്ള പലരെയും ഞെട്ടിച്ചു കളഞ്ഞു. തനിക്കെതിരെ സംസാരിച്ച കമലിനെയും റോക്കി ഇല്ലാതാക്കുന്നതോടെ റോക്കിക്കെതിരെ നേരിട്ട് പോരിനിറങ്ങാൻ ബാക്കിയുള്ളവർ കൂടി ഒന്ന് ഭയക്കുന്നു. പറ്റിയ സമയത്തിനായി അവർ കാത്തിരിക്കുന്നു. റീനയ്ക്ക് റോക്കിയോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നതായി ആദ്യ ഭാഗത്ത് കാണിക്കുന്നുണ്ടെങ്കിലും അതൊരു വലിയ പ്രണയമൊന്നുമല്ലായിരുന്നു. എന്നാൽ റോക്കി റീനയെ ബലമായി തന്നെ KGF എന്ന സാമ്രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. KGFിലെത്തിയ റീനയുടെ പെർസ്പെക്റ്റീവിലൂടെ ഗരുഡയിൽ നിന്നും റോക്കിയിലേക്ക് എത്തിയ KGFിന്റെ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണെന്നും റോക്കിയെ എന്തുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ ദൈവത്തെ പോലെ കാണുന്നു എന്നതും പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. പ്രേക്ഷകർക്കുണ്ടാകുന്ന ആവേശം റീനയ്ക്കുമുണ്ടാവുന്നു. റീനയുടെ മനസ്സിൽ തൻ്റെ കൂടെയുള്ളത് ഒരു സുൽത്താനാണെന്നും നറാച്ചിയിലെ പാവങ്ങളുടെ ദൈവമാണെന്നും മനസ്സിലാകുന്നു. റീനയുടെ ഉള്ളിലും റോക്കിയോട് പ്രണയമുണ്ടാകുന്നു. ഗരുഡയ്ക്കുണ്ടായിരുന്നതിലും 10 ഇരട്ടി ശക്തിയും ആൾബലവും ആയുധബലവും റോക്കി നേടുന്നു. മാത്രമല്ല തനിക്ക് ചുറ്റുമുള്ള പലരെയും 10 പടി മുകളിൽ ചിന്തിക്കാനുള്ള ബുദ്ധി രാക്ഷസൻ തന്നെയാണ് റോക്കി എന്ന് ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നു. ഗരുഡയുടെ കൈവശം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഖനികൾ നറാച്ചിയിലുണ്ടെന്ന് റോക്കി കണ്ടുപിടിക്കുന്നു. അതുവഴി KGFിൽ ലഭിക്കുന്ന സ്വർണത്തിന്റെ സ്രോതസ് റോക്കി വർദ്ധിപ്പിക്കുന്നു. ഗരുഡയുടെ കൊലപാതകത്തിന് ശേഷം മരിച്ചു എന്ന് ഏവരും കരുതിയ അധീരയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവോടെ റോക്കിക്ക് മുന്നിലെ പ്രതിസന്ധികളുടെയും തടസ്സങ്ങളുടെയും കാഠിന്യങ്ങൾ ഏറാൻ തുടങ്ങുന്നു. റോക്കിക്കെതിരെ അടിക്കാനായി തുനിയുന്ന ഓരോ കൈകളും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വശത്ത് അധീര പ്രതികാരദാഹിയായി നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് ആൻഡ്രൂസും ഗുരുപാണ്ഡ്യനും ഷെട്ടിയും റോക്കിയെ പിന്നിലൂടി ചതിക്കുന്നു. അതിനെല്ലാം അപ്പുറത്ത് നിയമത്തിന്റെ ബലവും ആദർശധീരയുമായ പുതിയ പ്രധാനമന്ത്രിയായി റമിക സെന്നും എത്തുന്നു. എല്ലാ വെല്ലുവിളികൾക്കും നടുവിൽ വിധി പോലും വിറച്ചു പോകുന്ന തലയെടുപ്പോടെ KGFിന്റെ സർവാധികാരി റോക്കി ഭായിയും. പൊട്ടിപ്പറത്തുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് പിന്നീട് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അമ്പരിപ്പിക്കുന്ന ഛായാഗ്രാഹണവും മികച്ച ആർട്ട് ഡയറക്ഷനും വളരെ മികച്ച എഡിറ്റിംഗും തെറ്റ് പറയാൻ സാധിക്കാത്ത VFX രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് KGF ചാപ്റ്റർ 2. ചിത്രത്തിന്റെ ഓരോ മേഖലയും ഏറ്റവും മനോഹരമാക്കി തന്നെയാണ് പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത്. പ്രശാന്തിന്റെ വിഷനും ഹാർഡ് വർക്കും ഡീറ്റെയിലിംഗും തന്നെയാണ് KGF ചാപ്റ്റർ 2 എന്ന ചിത്രത്തിനെ കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും അത്രമേൽ പ്രിയപ്പെട്ടതാക്കുന്നത്. റോക്കിംഗ്
റോക്കിംഗ് സ്റ്റാർ യാഷ് എന്ന സൂപ്പർ താരത്തിന്റെ എനർജി കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകന്റെയും ഞരമ്പിലേക്കാണ് അയാൾ കടത്തിവിടുന്നത്. അത്രയും ഇലക്ട്രിഫൈങ് ആയ ഒരു ക്യാരക്ടറൈസേഷനും ഡയലോഗ് ഡെലിവറിയും സ്ക്രീൻ പ്രസൻസുമാണ് യാഷിന്റേത്. അതുപോലെ തന്നെ മലയാളത്തിലേക്ക് സംഭാഷണങ്ങൾ ഒരുക്കിയ ശങ്കർ രാമകൃഷ്ണന്റെ വളരെ മികച്ച സംഭാഷണങ്ങൾ ഒരു മലയാളം മാസ് ചിത്രം കണ്ടിരിക്കുന്ന തന്മയത്തോടെ ചിത്രത്തിനെ കാണാൻ പ്രേക്ഷകരെ സഹായിക്കുന്നുണ്ട്. അധീരയായി എത്തിയ സഞ്ജയ് ദത്ത് എന്ന നടന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയാണ് KGF നമ്മൾ കാണുന്നത്. KGF ജനങ്ങളെ പോലെ തന്നെ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെയും ഭയപ്പെടുത്താൻ സഞ്ജയ് ദത്തിന്റെ അധീര എന്ന കഥാപാത്രത്തിന് സാധിക്കുന്നുണ്ട്. വൈക്കിങ്സിന്റെ റഫറൻസിലെത്തുന്ന അധീരയ്ക്ക് പിന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മേക്കിങ്ങിന്റെ മികവിൽ മാഞ്ഞു പോകുന്നു. റമിക സെന്നിനെ അവതരിപ്പിച്ച റവീണ ടണ്ടന്റെയും കരിയർ ബെസ്റ്റായ പെർഫോമൻസ് ആയിരുന്നു അവർ കാഴ്ചവെച്ചത്. മലയാളത്തിൽ ലെനയായിരുന്നു റവീണ ടണ്ടനായി ഡബ്ബിംഗ് ചെയ്തത്. അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ KGF വീണ്ടെടുക്കും. അന്ന് നിന്റെ സർവ്വതും ഞാൻ പിടിച്ചെടുത്തിരിക്കും. വളരെ മികച്ച രീതിയിൽ തന്നെ നറേറ്ററായ വിജയേന്ദറായി പ്രകാശ് രാജ് തന്റെ കഥാപാത്രത്തെ ഭംഗിയാക്കി. റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിലും സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്ത KGF ചാപ്റ്റർ 2 ഒരേ ഒരു നടനും പ്രകാശ് രാജ് മാത്രമാണ്. 168 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം ഓരോ സെക്കൻഡിലും കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ആവേശഭരിതനാക്കുന്ന രീതിയിലാണ് പ്രശാന്ത് നീൽ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കുക. ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ബോറടിക്കില്ല. മറിച്ച് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരു ബിഗ് ബജറ്റ് മാസ് ചിത്രം കണ്ടതിന്റെ ചാരിതാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയായിരിക്കും നിങ്ങൾ തിയേറ്റർ വിടുക. ചിത്രം അവസാനിക്കുമ്പോഴും മരണത്തിന്റെ അഗാധങ്ങളിൽ നിന്നും റോക്കി ഭായിയുടെ ഒരു മാസ് മൂന്നാം വരവ് ഉണ്ടാകും എന്ന അറിയിപ്പോടുകൂടി തന്നെയാണ് KGF ചാപ്റ്റർ 2 അവസാനിക്കുന്നത്. കാത്തിരിക്കാം നമുക്ക് റോക്കി ഭായിയുടെ മൂന്നാം വരവിനായി. KGF ചാപ്റ്റർ 2 കണ്ടതിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.